നന്ദന നിന്നെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നീ വരണ്ട. തീർത്ത വാ പോകാം, സമയമായി. റിസ്റ്റ് വാച്ചിലേക്ക് നോക്കി അതും പറഞ്ഞുകൊണ്ട് മാധവ് പുറത്തേക്ക് നടന്നു. തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന ആ 2 ജോഡി കണ്ണുകളെ നേരിടാനാവാതെ മുഖം താഴ്ത്തി അവളും മുൻപോട്ട് നടന്നു. സമയം 7 മണി ആയിട്ടുള്ളൂവെങ്കിലും റോഡ് പകുതിയിലേറെ വിജനമാണ്. എങ്കിലും മാധവ് പതിയെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. പുറത്തെ കാഴ്ചകളിൽ കണ്ണു നട്ടിരിക്കുകയാണ് തീർത്ത. അനന്തമായ ആകാശത്തിൽ പൂത്തുനിൽക്കുന്ന നക്ഷത്രങ്ങളിൽ ഒന്ന് താഴെ വന്ന് പതിച്ചതുപോലെ അവളുടെ കണ്ണുകളിലും 2 നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ട്. തനിക്കേറെ പ്രിയപ്പെട്ടവനോടൊപ്പമുള്ള രാത്രിയാത്ര അതവളിൽ അടക്കാനാകാത്ത ആഹ്ലാദം നൽകി. നിലാവിൻ്റെ നീല നിറത്തിലലിഞ്ഞു മിന്നുന്ന കുഞ്ഞു നക്ഷത്രങ്ങളോട് കണ്ണിറുക്കി രാത്രിയുടെ സൗന്ദര്യത്തിലലിഞ്ഞു ചേർന്ന് മനസ്സിനെ കെട്ടഴിച്ചു വിട്ട് ഒരു അപ്പൂപ്പൻ താടി പോലെ പാറിപ്പറക്കുകയാണ്. രാത്രിയുടെ നിഴൽ വീണ നഗരങ്ങളും ചന്ദ്രവെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന കെട്ടിടങ്ങളും. എത്ര നാൾക്ക് ശേഷമാണ് താൻ ഇതെല്ലാം ഒന്ന് ആസ്വദിക്കുന്നത്. ശിവു ഉണ്ടായിരുന്നുവെങ്കിൽ. ശിവുവിൻ്റെ ഓർമ്മകൾ ആ സന്തോഷം നിറഞ്ഞ നിമിഷത്തിലും അവളുടെ മനസ്സിൽ വേദന കോറിയിട്ടു. എന്താ ആലോചിക്കുന്നത്? ഡ്രൈവിങ്ങിനിടയിൽ മാധവ് അവളെ പാളി നോക്കി. ഏയ് ഒന്നുമില്ല. തീർത്ത ചുമൽ കൂച്ചി. കാറിനുള്ളിലെ ഇരുണ്ട വെളിച്ചത്തിൽ അവൻ്റെ മുഖം അവൾക്ക് വ്യക്തമായിരുന്നില്ല. ഉണ്ണിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അവൻ കാറ് ഇൻ്റർലോക്ക് ഇട്ട റോഡിന് വലതുവശത്തായി ബേബി ഷോപ്പിലേക്ക് കയറ്റി നിർത്തി. എന്ത് കുഞ്ഞാ? ഷോളിൻ്റെ തുമ്പ് ഒതുക്കി പിടിച്ച് കാറിൽ നിന്നിറങ്ങിക്കൊണ്ട് തീർത്ത ചോദിച്ചു. പെൺകുട്ടിയാ? സൃഷ്ടി. മാധവ് വാത്സല്യത്തോടെ പറഞ്ഞു. ഉടുപ്പ് വാങ്ങിക്കാം. ആലോചിച്ചിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് അവൾ പറഞ്ഞു. ഓക്കെ. കാർ ലോക്ക് ചെയ്തുകൊണ്ട് അവർ ഷോപ്പിലേക്ക് കയറി. 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഷോപ്പായിരുന്നു അത്. ആ ഷോപ്പിൽ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളുമുണ്ട്. വളരെ ക്യൂട്ടായിട്ടുള്ളത്. ഓരോന്ന് കാണുമ്പോഴും തീർത്ത ശിവുവിനെ ഓർത്തുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അവളുണ്ടായിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരുന്നേനെ. ചെറു നോവോടെ അവൾ ഓർത്തു. ഇത് നോക്കിയേ. മാധവൻ്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ തലചിരിച്ചു നോക്കി. ആകാശ നീല ഫ്രോക്കിൽ നിറയെ ബട്ടർഫ്ലൈസ് ഉള്ള തിളക്കമുള്ള ഒരു ഫ്രോക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൻ. കണ്ടപ്പോൾ തന്നെ തീർത്തയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമായി. ഇതെടുക്കട്ടെ? അവൻ അവളുടെ അഭിപ്രായം ആരാഞ്ഞു. ആ നല്ലതാ. അതിൽ തൊട്ടു നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഓക്കെ. അവർക്കരികിൽ നിന്ന് സ്റ്റാഫിൻ്റെ കയ്യിൽ ബില്ലടിക്കാനായി മാധവ് ആ ഫ്രോക്ക് കൊടുത്തു. വേറെ എന്തെങ്കിലും വാങ്ങിക്കണോ? ബില്ലിങ്ങിൽ നിൽക്കുമ്പോൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഏയ് അത് നല്ലതാ, അവൾ പറഞ്ഞു. മാധവ് കൂടുതൽ സംസാരിക്കുന്നതും അഭിപ്രായം ചോദിക്കുന്നതും തീർത്തയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം നൽകി. ഒരു ഭാര്യ എന്ന നിലയിൽ താൻ കുറച്ചുകൂടി അദ്ദേഹത്തോട് അടുത്തു എന്ന് അവൾക്ക് തോന്നി. അവിടെ നിന്നും കുറച്ചു ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ജിതിൻ്റെ വീട്ടിലേക്ക്. അത്യാവശ്യം വേണ്ട ബന്ധുക്കളെയും കൂട്ടുകാരെയും മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂവെങ്കിലും നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. മാധവൻ്റെ നിഴൽ പോലെ നേരിയ ആശങ്കയോടെ തീർത്ത ഹാളിലേക്ക് കയറി. കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നതേയുള്ളൂ. തീർത്ത വാത്സല്യത്തോടെ അച്ഛൻ്റെയും അമ്മയുടെയും നടുക്ക് നിൽക്കുന്ന ആ കുഞ്ഞു സുന്ദരിയെ നോക്കി. ഇനിയും പല്ലുകൾ വന്നിട്ടില്ലാത്ത മോണ കാണിച്ച് എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കുകയാണ് അവൾ. പണ്ട് ശിവുവും ഇതുപോലെയായിരുന്നു. കുറച്ചുകൂടി നിറമുണ്ടായിരുന്നു. മുടിയിഴകൾ കോലുപോലെ നീണ്ട് ചെമ്പൻ നിറമായിരുന്നു. അവളുടെ മനസ്സിൽ വീണ്ടും ശിവുവിൻ്റെ ഓർമ്മകൾ. നാളെ ഓഫീസിൽ പോകുന്നതിന് മുൻപ് എന്തായാലും സ്കൂളിൽ ചെന്ന് ശിവുവിനെ ഒന്ന് കാണണം. അല്ലാതെ പറ്റില്ല. തീർത്ത മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു. തീർത്ത. പിറകിൽ മാധവൻ്റെ ശബ്ദം കേട്ട് സ്റ്റേജിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചവൾ തിരിഞ്ഞു നോക്കി. മാധവും കൂടെ വേറൊരു പുരുഷനും സ്ത്രീയും. അവർ തീർത്തയെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു. അപരിചിതത്തിൻ്റെ നേരിയ ആവരണത്തോടെ അവളും ചിരിച്ചു. ഇത് വിഷ്ണു, എൻ്റെ കൊളീഗാണ്. ഇത് അവൻ്റെ ഫിയാൻസി അക്ഷയ. മാധവ് അവരെ അവൾക്ക് പരിചയപ്പെടുത്തി. അക്ഷയ, ഇത് തീർത്ത, മാധവൻ്റെ വൈഫ്. ഞാൻ പറഞ്ഞിട്ടില്ലേ? വിഷ്ണു അവളെ അക്ഷയയ്ക്ക് പരിചയപ്പെടുത്തിയപ്പോൾ തന്നെക്കുറിച്ച് എന്തായിരിക്കും വിഷ്ണു അവളോട് പറഞ്ഞിട്ടുണ്ടാകുക എന്നോർത്ത് തീർത്ത ഒന്ന് പ്രയാസപ്പെട്ടു. എങ്കിലും അവൾ പുഞ്ചിരിച്ചു. പിന്നെയും മാധവൻ്റെ കൊളീഗ്സിനെ അവൾ പരിചയപ്പെട്ടു. എന്നാലും കൂടുതൽ അടുപ്പം തോന്നിയത് അക്ഷയയോടാണ്. അതുകൊണ്ട് തന്നെ മാധവും വിഷ്ണുവും ഡ്രിങ്ക്സിൻ്റെ സെക്ഷനിലേക്ക് പോയപ്പോൾ അവർ 2 പേരും ഒരുമിച്ചിരുന്നത്. എന്ത് പറ്റി തീർത്തയും കൂടെ കൂട്ടാൻ? ഓറഞ്ച് വോഡ്കയുമായി ഇരുവരും തിരക്കൊഴിഞ്ഞ ടേബിളിലേക്കിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിനി എന്തായാലും മറ്റൊരു കല്യാണം കഴിക്കാനോ വേറൊരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനോ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പിന്നെ അവളെ ഒഴിവാക്കി നിർത്തുന്നത് എന്തിനാ? മാധവ് വോഡ്ക ഒന്ന് സിപ്പ് ചെയ്തു. ഓ, നിനക്ക് നല്ല ബുദ്ധി ഉദിച്ചല്ലോ. അത് തന്നെ വലിയ കാര്യം. വിഷ്ണു ഒന്ന് ചിരിച്ചു. ഡാ, നിൻ്റെ മറ്റേ ആർദ്ര വന്നിട്ടുണ്ടല്ലോ. വിഷ്ണുവിൻ്റെ നോട്ടം മാധവിനെ കടന്ന് പിറകിലേക്ക് പോയി. മാധവും ഒന്ന് തിരിഞ്ഞു നോക്കി. കൂട്ടുകാരികളോട് സംസാരിച്ചു നിൽക്കുന്ന ആർദ്രയെ കണ്ട് അവൻ വേഗം തന്നെ മുഖം തിരിച്ചു. അവളെന്താ ഇവിടെ?
അസ്വസ്ഥതയോടെ അവൻ ചോദിച്ചു. നന്ദനയുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദനയുടെ ഫ്രണ്ട്സാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവളും നന്ദനയുടെ ഫ്രണ്ടാണെന്ന് അവൻ ഊഹിച്ചു. തീർത്ഥയുടെ മുൻപിൽ വെച്ച് അവൾ എന്തെങ്കിലും പറയുമോ എന്നൊരു ടെൻഷൻ മാധവനുണ്ടായിരുന്നു. അതവൻ്റെ മുഖത്ത് പ്രകടമാവുകയും ചെയ്തു. നീ എന്തിനാടാ അവളെ കണ്ടിട്ട് ടെൻഷനാകുന്നത്? അവൾ എന്തെങ്കിലും തീർത്ഥയോട് പറയുമെന്ന് കരുതിയിട്ടാണോ? അവൻ്റെ മനസ്സ് വായിച്ചതുപോലെ വിഷ്ണു ചോദിച്ചു. പറയാൻ മാത്രം ഒന്നുമില്ല. ഇന്ന് ആദ്യമായിട്ടാണ് തീർത്ത എൻ്റെ കൂടെ ഒരു പരിപാടിക്ക് വരുന്നത്. അത് സ്പോയിലാവരുത്, അത്ര മാത്രമേ ഉള്ളൂ എനിക്ക്. മാധവ് ഒറ്റ വലിക്ക് ഗ്ലാസ്സിലെ വോഡ്ക അകത്താക്കി. അത് നിൻ്റെ പെരുമാറ്റം പോലെ ഇരിക്കും. നീ നിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന പരിഗണനയായിരിക്കും മറ്റുള്ളവരും അവർക്ക് നൽകുക. വിഷ്ണു ഒരു ഗ്ലാസ് വൈനെടുത്ത് ചുണ്ടോട് ചേർത്തു. ഒന്നമർത്തി മൂളിക്കൊണ്ട് അവൻ തലചെരിച്ച് അക്ഷയോട് എന്തോ പറഞ്ഞു ചിരിക്കുന്ന തീർത്ഥയെ നോക്കി. ചിരിക്കുമ്പോൾ അവളുടെ ഇടം കവിളിൽ നുണക്കുഴി വിരിയുന്നത് അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഒരു വേള അവരുടെ നോട്ടമിടയുകയും ചെറുനാണത്തോടെ അവൾ മിഴികൾ താഴ്ത്തുകയും ചെയ്തു. മാധവൻ്റെ ചുടിയിൽ ആർദ്രമായൊരു പുഞ്ചിരി വിടർന്നു. ഹേയ് തീർത്ത! ചുമലിൽ ഒരു കൈവന്ന് പതിച്ചപ്പോൾ തീർത്ത കുടിച്ചുകൊണ്ടിരുന്ന വാട്ടർമെലൻ ജ്യൂസ് തുളുമ്പി അവളുടെ ടോപ്പിൽ വീണു. ഈർഷ്യയോടെ തിരിഞ്ഞു നോക്കിയ തീർത്ത പിറകിൽ ചിരിയോടെ നിൽക്കുന്ന ആർദ്രയെ കണ്ട് ഒന്ന് ഞെട്ടി. അവളുടെ മുഖം മങ്ങി. എന്താ തീർത്ത ഇങ്ങനെ നോക്കുന്നത്? എന്നെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ആർദ്രയുടെ ചുണ്ടിൻ്റെ ഒരു വശത്ത് പരിഹാസച്ചിരി. തീർത്ത ഒന്നും പറയാതെ മിഴികളാൽ മാധവനെ തിരഞ്ഞു. അവൻ വിഷ്ണുവിൻ്റെയും വേറെ കുറച്ച് കൂട്ടുകാർക്കുമൊപ്പം എൻട്രൻസിൻ്റെ അടുത്ത് സംസാരിച്ച് നിൽക്കുകയാണ്. അവൾക്ക് എങ്ങനെയെങ്കിലും ആർദ്രയുടെ അടുത്തു നിന്നും പോയാൽ മതിയെന്നായിരുന്നു. അക്ഷയുടെ മുൻപിൽ വെച്ച് ആർദ്ര എന്തെങ്കിലും പറയുമോ എന്നൊരു പേടിയും അവൾക്കുണ്ടായിരുന്നു. എന്താ തീർത്ത ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇതാരാ, നിന്റെ കൂട്ടുകാരിയാണോ? ആർദ്രയുടെ മിഴികൾ അക്ഷയ്ക്ക് നേരെ നീണ്ടു. അക്ഷയ ആർദ്രയെ നോക്കി ചിരിച്ചെങ്കിലും അവൾ മുഖം തിരിച്ചു കളഞ്ഞു. അത് കണ്ട് വല്ലായ്മ തോന്നിയ അക്ഷയ അവരിൽ നിന്നും നീങ്ങി നിന്നു. അതായിരുന്നു ആർദ്രയ്ക്കും വേണ്ടിയിരുന്നത്. എന്ത് യോഗ്യതയുണ്ടടി ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി മാധവൻ്റെ കൂടെ വരാൻ? പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ബിച്ച്. തീർത്തിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി ആർദ്ര മുരണ്ടു. അവളുടെ പരിഹാസത്തിന് മുൻപിൽ തിരിച്ചൊന്നും പറയാനാകാതെ തീർത്ത നിന്നുരുകി. പെട്ടെന്നാണ് തോളിലൂടെ കൈയിട്ട് ആരോ അവളെ ചേർത്ത് പിടിച്ചത്. ഞെട്ടലോടെയാണെങ്കിലും ആ ദേഹത്തേക്ക് അമർന്ന നിമിഷം തന്നെ തീർത്തിക്ക് ആളെ മനസ്സിലായി. മാധവേട്ടൻ. നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ ഉയർത്തി അവൾ അരികിൽ നിൽക്കുന്നവനെ നോക്കി. ഹായ് ആർദ്ര. ഒന്നൂടെ തീർത്തയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മാധവ് മെല്ലെ പുഞ്ചിരിച്ചു. ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ആർദ്രയുടെ കണ്ണുകളിൽ കോപം മരിച്ചു കയറി. ഹായ്. അവളിൽ നിന്നും കല്ലിച്ച ശബ്ദമുയർന്നു. ഇപ്പോൾ വീട്ടിലേക്കൊന്നും കാണാറില്ലല്ലോ, എന്ത് പറ്റി? മാധവ് തന്നെ പരിഹസിക്കുകയാണോ എന്ന് ആർദ്രയ്ക്ക് സംശയം തോന്നി. വരുന്നുണ്ട് ഞാൻ, നിന്റെ ഭാര്യയായി. അവസാനത്തെ വാചകം അവൾ മനസ്സിലാണ് പറഞ്ഞത്. ശരിയെന്നാ, കാര്യങ്ങൾ നടക്കട്ടെ. വാ തീർത്ത, എൻ്റെ ഫ്രണ്ട്സ് തിരക്കുന്നുണ്ട്. അപ്പോഴും മാധവ് അവളെ ചേർത്ത് പിടിച്ചിരുന്നു. ഉള്ളിൽ നിന്നും നുരഞ്ഞു പൊങ്ങിയ സന്തോഷം ചുടികളിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ആർദ്രയെ ഒന്ന് നോക്കിയിട്ട് തീർത്ത മാധവനൊപ്പം തിരിഞ്ഞു നടന്നു. ആർദ്ര ദേഷ്യം കൊണ്ട് അടിമുടി ഉറച്ചു. എങ്കിലും അത് പ്രകടിപ്പിക്കാൻ അവൾക്ക് ആകുമായിരുന്നില്ല. മാധവ് എങ്ങനെ ഇത്ര പെട്ടെന്ന് മാറി? ചിന്നു പറഞ്ഞത് മാധവിന് തീർത്തയെ ഒട്ടും ഇഷ്ടമല്ലെന്നല്ലേ? പിന്നെ ഇപ്പോൾ ഇങ്ങനെ? ഇനി തന്നെ കാണിക്കാനാണോ? ആർദ്രേ. കാവ്യയുടെ വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അത് നോക്കിയേ. സ്റ്റേജിലേക്ക് നോക്കാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് കാവ്യ പറഞ്ഞു. ആർദ്രയുടെ മിഴികൾ സ്റ്റേജിന് നേരെ നീണ്ടു. സ്റ്റേജിൽ ബർത്ത്ഡേ ഗേളിനൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ് മാധവും തീർത്തയും. മാധവിൻ്റെ കയ്യിലാണ് സൃഷ്ടി. മറുകൈ കൊണ്ടവൻ തീർത്തയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവർ ഒരു കുടുംബം പോലെ തോന്നിച്ചു. അമ്മയും അച്ഛനും കുഞ്ഞുമടങ്ങുന്ന ഒരു സുന്ദര കുടുംബം. ആർദ്രയുടെ കണ്ണുകളിൽ കോപത്താൽ ചുവന്നു. ആ കാഴ്ച നോക്കി നിൽക്കാനാവാതെ അവൾ മുഖം വെട്ടിച്ച് തിരിഞ്ഞു. നീ അത് വിട്ടുപിടിക്കുന്നതാകും ആർദ്ര നല്ലത്. വെറുതെ നാണം കെടണ്ട. നോക്കിയേ, അയാൾ എത്ര സ്നേഹത്തോടെയാണ് ആ പെണ്ണിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നതെന്ന്. വെറുതെ എന്തിനാ അവളുടെ സന്തോഷമില്ലാതാക്കുന്നത്? വേറെ ആണുങ്ങളെ കിട്ടാത്തത് കൊണ്ടൊന്നുമല്ലല്ലോ. ഇയാളെക്കാളും അടിപൊളി ഒരു ചെക്കനെ നിനക്ക് കിട്ടും, ഉറപ്പാണ്. കാവ്യയുടെ വാക്കുകൾ കേട്ട് ആർദ്ര നീറിപ്പുകഞ്ഞു. പകയോടെ അവൾ കാവ്യയെ തുറിച്ചു നോക്കി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. അതും പറഞ്ഞുകൊണ്ട് കാവ്യ കൂട്ടുകാരികൾക്കിടയിലേക്ക് നീങ്ങി. അപ്പോഴും വെറുപ്പ് തിങ്ങിയ കണ്ണുകളോടെ ആർദ്ര അവരെ നോക്കി. ഇല്ല, സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. മാധവ് എൻ്റെയാ, എൻ്റെ മാത്രം. വെറുപ്പോടെ അവൾ പിറുപിറുത്തു. തന്നെ കൊല്ലാനുള്ള പകയുമായി ഒരാൾ തനിക്ക് മുൻപിൽ ഉണ്ടെന്നറിയാതെ മാധവിൻ്റെ ചൂടേറ്റ് അവൾ സ്നേഹത്തിൽ അലിഞ്ഞ് അവനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു തീർത്ത. എന്താ നോക്കുന്നത്? കുഞ്ഞു നക്ഷത്രങ്ങൾ തിളങ്ങുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് മാധവ് ചോദിച്ചു. തിരികെ മേലയിടത്തേക്കുള്ള യാത്രയിലാണ് ഇരുവരും. ഏയ് ഒന്നുമില്ല. കീഴ്ച്ചുണ്ട് കടിച്ചുകൊണ്ട് അവൾ തല വെട്ടിച്ചു. ഓ. മാധവ് ഒന്ന് ചിരിച്ചു. മാധവേട്ടാ.
തീർത്ത മെല്ലെ വിളിച്ചു. അവൻ വിളി കേട്ടു. മാധവേട്ടന് ശരിക്കും എന്നെ ഇഷ്ടമുണ്ടായിട്ടാണോ കല്യാണം കഴിച്ചത്? അവൻ തന്നോട് കുറച്ചുകൂടി അടുത്തു എന്ന തോന്നലിൽ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. അതെന്താ ഇപ്പോൾ അങ്ങനെയൊരു സംശയം? 2 അകത്ത് ചെന്നതുകൊണ്ട് അവൾക്ക് മറുപടി കൊടുക്കാൻ അവന് ആവേശമായി. ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. പതിവ് പല്ലവി. എല്ലാ കാര്യങ്ങളും വെറുതെ ചോദിക്കുന്നതാണല്ലോ. എന്നോടൊന്നും കാര്യമായി ചോദിക്കാനില്ലേ? ഡ്രൈവിങ്ങിനിടയിൽ അവൻ തലചെരിച്ച് അവളെ നോക്കി. ചെറുപുഞ്ചിരിയോടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവൾ. ഞാനിപ്പോൾ ഇഷ്ടപ്പെട്ടല്ല കല്യാണം കഴിച്ചതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ താലി ഉപേക്ഷിച്ചു പോവോ? നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഉയർന്ന അവൻ്റെ അടുത്ത ചോദ്യം കേട്ട് തീർത്ത ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ അവിശ്വസനീയതയാൽ തിളങ്ങുന്നത് ആ ഇരുട്ടിലും അവൻ കണ്ടു. പോവോ? മാധവ് തൻ്റെ ചോദ്യം ആവർത്തിച്ചു. ഇല്ല. അവളുടെ ശബ്ദം നേർത്തിരുന്നു. പിന്നെ എന്തിനാ അങ്ങനെയൊരു ചോദ്യം ചോദിച്ചത്? അവൻ വീണ്ടും വാക്കുകളാൽ അവളെ കുഴക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ വെറുതെ ചോദിച്ചതാ. അവളുടെ ശബ്ദം ഇടറി തുടങ്ങി. ആഹാ, കരഞ്ഞു തുടങ്ങിയല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ കണ്ടപ്പോൾ താൻ ഭയങ്കര ബോൾഡായിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി. താനൊരു പാവമാ, ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പാവം. മാധവൻ്റെ വാക്കുകൾ കേട്ട് തീർത്ഥയുടെ മുഖം ചുവന്നത് ആ ഇരുട്ടിൽ അവൻ കണ്ടില്ല. കുടിച്ചിട്ടുള്ളതുകൊണ്ട് അവൻ്റെ മനസ്സിലുള്ളത് അപ്പാടെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ തുറന്ന് സംസാരിക്കുന്നതിൽ അവൾക്ക് അളവില്ലാത്ത ആഹ്ലാദം തോന്നി. താനിങ്ങനെ മിണ്ടാതിരിക്കാതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. ഞാൻ 2 അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉറങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. മാധവ് ഒന്ന് നിവർന്നിരുന്നു. ഞാൻ ഡ്രൈവ് ചെയ്യണോ? തീർത്ഥയുടെ ചോദ്യം കേട്ട് അത്ഭുതത്തോടെ അവൻ തലചെരിച്ച് നോക്കി. തനിക്ക് ഡ്രൈവിംഗ് അറിയാമോ? തീർത്ത തലയാട്ടി. ആ, അപ്പോൾ കുഴപ്പമില്ല. ഇത്തിരി നേരം കഴിയുമ്പോൾ താൻ ഓടിച്ചോ. മാധവ് അങ്ങനെ പറഞ്ഞെങ്കിലും വീട് വരെ അവനാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. അവൻ ഉറങ്ങാതിരിക്കാനായി തീർത്ത ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മേലിടത്തെ ഗേറ്റ് കടന്നതും തീർത്തയുടെ മുഖം മ്ലാനമായി. മിക്കവാറും ഇപ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാകും. എന്നാലും ഇന്ന് പോയതിന് നാളെ രാവിലെ പഴി കേൾക്കണമല്ലോ. അവളുടെ മുഖത്ത് മടുപ്പിൻ്റെ നിഴലുകൾ. കാറിൽ നിന്നും ഇറങ്ങിയ മാധവും തീർത്തയും അകത്തേക്ക് കയറിയ അവളെ ഞെട്ടിച്ചുകൊണ്ട് ഹാളിലെ സോഫയിൽ ഇരിക്കുകയാണ് പാർവതി. അവളുടെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകിയിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ തീർത്തയ്ക്ക് പകുതി പ്രാണൻ പോയി. എന്താ ഇത്രയും നേരം വൈകിയത്? ഹാളിലെ വലിയ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് പാർവതി സോഫയിൽ നിന്നും എഴുന്നേറ്റു. 11 മണിയല്ലേ ആയിട്ടുള്ളൂ? മാധവ് മറുചോദ്യം ചോദിച്ചു. അത് കേട്ടപ്പോൾ പാർവതിയുടെ മുഖം ഒന്നുകൂടെ മുറുകി. കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ പച്ചപ്പാതിരാത്രി ഇങ്ങനെ തുള്ളി നടക്കില്ല. തീർത്ഥയുടെ അടിമുടി നോക്കിക്കൊണ്ട് അവരത് പറഞ്ഞപ്പോൾ ഉരുകിപ്പോയവൾ. അമ്മ എന്തൊക്കെയായി പറയുന്നത്? കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളോ? അങ്ങനെയൊരു കാറ്റഗറി ഒക്കെ ഉണ്ടോ? മാധവ് ഈർഷ്യയോടെ ചോദിച്ചു. ആ, അങ്ങനെയൊരു കാറ്റഗറി ഉണ്ട്. അത് മോന് അറിയാത്തതാണ്. ഇത്രയും കാലമായിട്ടും ഞാനോ നിന്റെ ചിറ്റയോ ചിന്നുവോ 6 മണിക്ക് ശേഷം പുറത്തു പോകുന്നത് നീ കണ്ടിട്ടുണ്ടോ? കാരണം ഞങ്ങൾ ചെറുപ്പം മുതലേ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. കണ്ടിടം നിരങ്ങി നടന്ന് ഇവൾക്കൊക്കെ അതെങ്ങനെ അറിയാനാണ്? പാർവതിയുടേത് ഒരു തുറന്ന യുദ്ധം തന്നെയായിരുന്നു. അവരുടെ ഓരോ വാക്കുകളും അത് ശക്തമായി തന്നെ തീർത്ഥയുടെ ഹൃദയത്തെ പിളർത്തിക്കൊണ്ടിരുന്നു. അമ്മ സീരിയൽ കളിക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്കിയേ. തീർത്ഥ, നീ റൂമിലേക്ക് പോ. അതും പറഞ്ഞുകൊണ്ട് മാധവ് മുറിയിലേക്ക് നടന്നു. പുറകെ പോവാനൊരുങ്ങിയ തീർത്ഥയെ പാർവതി കയ്യിൽ പിടിച്ചു നിർത്തി. നന്നായി ഉറക്കം വരുന്നതുകൊണ്ട് വേഗത്തിൽ മുകളിലേക്ക് കയറിപ്പോയ മാധവ് അത് കണ്ടിരുന്നില്ല. കലങ്ങിയ കണ്ണുകളോടെ തീർത്ഥ അവരെ നോക്കി. അടങ്ങിയൊതുങ്ങി കഴിയാനാണെങ്കിൽ മതി ഇവിടുത്തെ പൊറുതി. അതല്ല, തോന്നും പോലെ ജീവിക്കണമെങ്കിൽ ഇറങ്ങിക്കോണം ഇവിടെ നിന്നും. പാർവതിയുടെ കണ്ണുകളിൽ വെറുപ്പിൻ്റെ സ്ഫുലിംഗങ്ങൾ. മാധവേട്ടൻ കെട്ടിയ ഈ താലി എൻ്റെ കഴുത്തിലുള്ളിടത്തോളം കാലം ഞാൻ എങ്ങോട്ടും പോകില്ല. ഇവിടെ തന്നെ ജീവിക്കും, മാധവേട്ടൻ്റെ ഭാര്യയായി. താൻ താഴ്ന്നു കൊടുക്കും തോറും അവർ തന്നെ ചവിട്ടുകയാണെന്ന് മനസ്സിലാക്കിയ തീർത്ഥയിൽ നിന്നും ആദ്യമായി എതിർപ്പിൻ്റെ സ്വരമുയർന്നു. അവളിൽ നിന്നും അത് പ്രതീക്ഷിക്കാതിരുന്ന പാർവതി ഒരു നിമിഷം നിശബ്ദയായി പോയി. മാധവ് ഈ താലി നിന്റെ കഴുത്തിൽ കെട്ടാൻ ഉണ്ടായ കാരണം നിനക്കറിയാമല്ലോ. അവൻ്റെ ദോഷം തീരുന്ന അന്ന് നിന്നെ ഞാൻ ഇവിടെ നിന്നും ചവിട്ടിയിറക്കും. നീ എന്താ കരുതിയത്? കണ്ടിടം നിരങ്ങി നടന്ന് നിന്നെയൊക്കെ മേലിടത്തെ മരുമകളാക്കി വാഴിക്കുമെന്നോ? അവൻ്റെ ദോഷം തീരാൻ വേണ്ടിയുള്ള ഒരു ശരീരം മാത്രമാണ് നീ. നീ അവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്ന അന്ന് ആ കുഞ്ഞിനെയും നിന്നെയും ഞാൻ പടിയിറക്കും. പാർവതിയുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി. തീർത്ത ഞെട്ടലോടെ അവരെ നോക്കി. അവർ ദുഷ്ടയാണെന്ന് അറിയാമെങ്കിലും ഇത്രത്തോളം ക്രൂരത അവരുടെ മനസ്സിലുണ്ടെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. താൻ കേട്ടത് സത്യമാണോ എന്നറിയാൻ അവൾ അവരെ തുറച്ചു നോക്കി. അവളുടെ മുഖം പിശാചിൻ്റെ പോലെയാണെന്ന് തീർത്തയ്ക്ക് തോന്നി. നിന്റെ ജീവനെടുക്കാൻ കാത്തു നിൽക്കുന്ന പിശാച്.